ഹലോ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഇന്ന് കർക്കിടക 1-ാം തീയതിയാണ്. ഞാനൊരു 5:45 കഴിഞ്ഞപ്പോൾ എണീറ്റതാണ് കേട്ടോ. കറണ്ട് ചെറുതായിട്ടൊരു പണി വന്നു, ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക്. അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പം സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ പോയി നോക്കട്ടെ. അമ്മ 5:45 തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അയത്തേണ്ട ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകണം. അപ്പം ഞാൻ താഴെ പോയി എനിക്കിനി വിളക്കൊക്കെ കാട്ടാനുണ്ട്. അപ്പം ഞാൻ താഴെ പോയി നോക്കട്ടെ എന്തായി എന്നുള്ളത്. അയത്തേട്ടൻ എണീറ്റിട്ടുണ്ട്. അയത്തേട്ടൻ ഇപ്പം എന്താ പറയുക, ഇത്ര നേരം ഇവിടെ കിടക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പോയിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിക്കാനും പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആൾ വരും. അപ്പം എന്തായാലും ഞാൻ താഴെ പോയി നോക്കട്ടെ കേട്ടോ. അങ്ങനെ വേഗം തന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് നല്ലോണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തേക്ക് പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയൊക്കെ മാറ്റി ഒരുങ്ങി ഒക്കെ നമ്മൾ വരുമ്പോഴത്തേന് എന്തായാലും ഒരു 7 മണി കഴിയും. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഞാൻ വേഗം വന്നു. ഇന്ന് നല്ല അന്തരീക്ഷമാണ് കേട്ടോ. മഴയൊന്നുമില്ല. അത്യാവശ്യം വെയിലെന്ന് പറയാനില്ല, എന്നാലും ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അങ്ങനെ മഴയില്ല. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ മഴയൊന്നും പെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് കാട്ടാൻ വേണ്ടിയിട്ട് വേഗം നിൽക്കുകയാണ്. കാരണം സമയം പോയല്ലോ. ഞാൻ അടുക്കളയിലേക്ക് പോയില്ല, അമ്മ അടുക്കളയിലുണ്ട്. അപ്പോൾ ഞാൻ വിളക്ക് കാട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ വലിയ വിളക്കല്ലേ കാട്ടാറ്, പക്ഷെ ഞാൻ ചെറിയ വിളക്കാണ് കേട്ടോ കാട്ടണത്. കോലായിലേക്ക് വയ്ക്കണമൊന്നുമില്ല. നമ്മുടെ സ്വാമി ഫോട്ടോൻ്റെ ഫ്രണ്ടിൽ തന്നെ കാട്ടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചെറിയ വിളക്ക് അല്ലെങ്കിൽ നമ്മൾ രാവിലെ വൃശ്ചിക മാസത്തിലൊക്കെ ആയാലും രാവിലെയൊക്കെ വിളക്ക് കാട്ടണ സമയത്ത് ഈ ചെറിയ വിളക്ക് ആട്ടോ ഞാൻ കത്തിച്ച് വയ്ക്കാറുള്ളൂ. വലിയ വിളക്ക് ഇങ്ങനെ എടുക്കാറില്ല. അത് വൈകുന്നേരം മാത്രം ഞാൻ എടുക്കുള്ളൂ. കോലായിലും ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ച് തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ടോ. അപ്പോഴത്തേനും അമ്മ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും കൂടി ആവാനുള്ളൂ കേട്ടോ. ചോറ് ആയിട്ടില്ല, റൈസ് കുക്കറിനകത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും വാർത്തിട്ടാൽ മതിയല്ലോ, അപ്പോഴത്തേനാണ് ആവുള്ളൂ. പിന്നെ കറി ഇന്ന് കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കണം, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചായക്കടി ഇന്ന് ഉണ്ടാക്കിയില്ല. കാരണം ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ സാധാരണ അമ്പലത്തിൽ പോണ ദിവസങ്ങളിൽ ചായക്കടി ഉണ്ടാക്കാറില്ല. കഴിയുന്നത് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ സമയമുള്ളപ്പോൾ അങ്ങനെ കഴിക്കും പോയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാഴ്സൽ വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളത് അമ്മ അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ അമ്മയ്ക്ക് വാങ്ങിച്ച് അമ്മ അങ്ങനെ കൊടുത്തു വിടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇനി പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല, അടുക്കള പണികളൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു. ഇന്ന് അമ്മ ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. അമ്മ അവിടുന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് വാങ്ങിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ മുക്കൂറ്റിയും തപ്പി പോണതാണ് കേട്ടോ. ദൈവമേ, ഒരു മുക്കൂറ്റി പോലും കിട്ടണില്ല. അരച്ച് കുറിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുക്കൂറ്റി തപ്പി നടക്കുകയാണ്. അവിടെ ഒന്നുമില്ല. അമ്മ വേറെ സൈഡിലും പോയിട്ടുണ്ട് വീടിൻ്റെ. ഞങ്ങൾ ചുറ്റുപുറം നോക്കിയിട്ട് അമ്മയ്ക്ക് 2-3 കിട്ടി, എനിക്കൊരു ചെറുത് കിട്ടി. പിന്നെ ഗേറ്റ് തുറന്ന് അപ്പുറം പോകാൻ വേണ്ടിയിട്ട് ഞാൻ റോട്ടിക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അമ്മയ്ക്ക് 2-3 കിട്ടിയെന്ന് അമ്മ പറഞ്ഞത്. അങ്ങനെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടൊന്നും കിട്ടണില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും ഈ പ്രാവശ്യം ഞങ്ങൾ മുക്കൂറ്റി തപ്പി റോട്ടിക്ക് വരെ പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മിറ്റം നിറച്ച് മുക്കൂറ്റിയാണ്. അങ്ങനെ കഷ്ടിച്ച് എനിക്കൊരു ചെറിയൊരു തണ്ട് കിട്ടിയിട്ടോ. അത് ഞാൻ ഉരച്ചൊരച്ച് ഒന്നും വരാനില്ല, എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഉരച്ചൊരച്ച് എനിക്ക് കിട്ടിയതിൽ കുറച്ച് അമ്മയ്ക്കും തൊട്ട് കൊടുത്തു, കുറച്ച് ഞാനും കൂടെ തൊട്ടു കേട്ടോ. പിന്നെ 2-3 അമ്മയ്ക്ക് കിട്ടിയത് എടുത്തു വെച്ചു നാളത്തേക്ക് നമുക്ക് തൊടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും അതിശയം തോന്നി. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എത്രമാനം നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്നതാണെന്നറിയാമോ മുക്കുറ്റി. അങ്ങനെ കുന്നുകൂടി, അതായത് ഒരു പ്രദേശം നിറച്ച് മുക്കുറ്റിയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ തന്നെ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും, എനിക്കും അമ്മയ്ക്കും അതിശയമായി. അങ്ങനെ ആയിട്ടാണ് എണീറ്റ് വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്ക് പോകാനാണ് കേട്ടോ നോക്കണത്. ഇപ്പം തന്നെ ഏകദേശം സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 7:15 ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകൂലേ. ഇനി അമ്മയ്ക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണം. അമ്മയ്ക്ക് കറക്റ്റ് 8 മണിയാകുമ്പോൾ ഇന്ന് പോകുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേഗം നമ്മൾ പോകുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ ഒന്ന് എടുത്തേക്കണത്. സാധാരണ ഞാൻ അമ്പലത്തേക്കൊക്കെ പോകുമ്പം സെറ്റ് മുണ്ടൊന്നും എടുക്കാറില്ല. എന്തെങ്കിലും ഒരു ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുരിദാർ
ചുരിദാറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിട്ട് പോണത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് മുണ്ട് ഉടുക്കാൻ. പിന്നെ തടി ഉള്ളത് കൊണ്ട് ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കുറവാണ്. ഉടുത്താൽ നമുക്ക് ചേരുമോ ഇണങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഇതാണ് ഞാൻ സാരി ഉടുക്കണത്, സെറ്റ് മുണ്ടൊക്കെ ഉടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും, നീ ഉടുക്ക്, നല്ല രസം ഉണ്ടാവും, നീ ഉടുത്ത് നോക്ക്, എന്തിനാ നീ അങ്ങനെ ചിന്തിക്കണേ, നീ ഞാൻ അങ്ങനെ പറയും, എനിക്ക് തടി ഉള്ളതുകൊണ്ട് ഭംഗി ഉണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും പറയേ. അപ്പോൾ ഇത്തന്നെ അങ്ങനെ പറയണ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണേനും അമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കണത്. എനിക്കിങ്ങനെ സ്വയം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നേരെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തേക്കാണ് കേട്ടോ പോണത്, കുന്നത്ത് അമ്പലത്തേക്ക്. ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിനകത്തും കാണാറുണ്ട് ഞാൻ എനിക്ക് പോകാൻ കുറച്ചുകൂടെ ഇഷ്ടമുള്ള, എല്ലാ അമ്പലത്തേക്കും പോകണത് ഇഷ്ടമാണ്, അങ്ങനെയല്ല. പക്ഷേ ഇവിടെ പോകുമ്പോൾ എന്താ പറയുക, ഒരു വേറൊരു വൈബാണ്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതവിടെ ചെന്ന് തന്നെ അറിയണം. ഭയങ്കര ഒരു സൈലൻറ്റും എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുന്നത്ത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നേരെ അമ്മ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. കാരണം വീട്ടിൽ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇനി ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളിതേ വഴിപാട് കഴിക്കാനുള്ള റെസിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പുഷ്പാഞ്ജലിയാണ് കഴിച്ചത്. പ്രത്യേകിച്ച് വേറെ വഴിപാടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പുഷ്പാഞ്ജലിയാണ് കേട്ടോ കഴിച്ചത് നമ്മൾ 4 പേരുടെ പേരിൽ. അത് പിന്നെ എപ്പോൾ പോയാലും നമ്മൾ 4 പേരുടെ പേരിലാട്ടോ കഴിക്കുക. അതിപ്പം അമ്മ ഇല്ലാതെ നമ്മൾ പോയാലും ആര് പോയാലും അങ്ങനെയാണ് കേട്ടോ കഴിക്കുക. ഇനിയിപ്പം ഉള്ളിലേക്കാണ് പോണത്. ഉള്ളിലിങ്ങനെ ഇനിയിപ്പോൾ വിഷ്വൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിലത്തെ വിഷ്വൽ ഞാൻ എടുത്തിട്ടില്ല, കാരണം ക്യാമറ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. എപ്പോൾ വന്നാലും കുളത്തിലേക്കൊന്ന് ഇറങ്ങും, പക്ഷെ ഇപ്പം ഇറങ്ങാൻ കഴിയില്ല, കാരണം നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് ചായക്കടി വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇനി ചായക്കടി വാങ്ങിച്ചിട്ട് വേണം അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് ഫർസേന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തെങ്കിലും വാങ്ങിക്കണം, എന്തെങ്കിലും വെള്ളയപ്പോ കുറുമക്കറി അങ്ങനെ എന്തെങ്കിലും വെജിറ്റേറിയനെ മേടിക്കണുള്ളൂ, വേറെ അല്ലാണ്ട് നോൺ വെജ് അല്ല. അപ്പം നമ്മൾ വേഗം ഇനി അമ്മേനെ കൊണ്ടാക്കണം, കാരണം അമ്മയ്ക്ക് ഇപ്പം തന്നെ സമയം പോയിട്ടുണ്ട്, 7:45 അപ്പോഴത്തേനും വലിയ പോസ്റ്റ് ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ വേഗം ഇതെല്ലാം വന്ന് ഇനിയിപ്പം അമ്മയ്ക്കുള്ളത് സെപ്പറേറ്റ് കവറിനകത്താക്കിയിട്ടുണ്ട്, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ ആക്കി. അങ്ങനെ അമ്മ ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് അമ്മയും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ തിരിച്ചു വന്നത്. അങ്ങാടിയൊക്കെ എന്താ ശാന്തമായിട്ട്, ഇങ്ങനെയൊക്കെ അങ്ങാടി കിടക്കണം. സത്യത്തിൽ ഇത്ര രാവിലെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. മഞ്ചേരി അങ്ങാടി ഫുൾ ടൈം അറിയാമല്ലോ, ഭയങ്കര തിരക്കുള്ള അങ്ങാടിയാണ്. നമ്മുടെ കാഷ് ക്ലോ ഒക്കെ ഇതുപോലെ വളർന്നു കേട്ടോ, നല്ല പോലെ വളർന്നിട്ടുണ്ട്. വണ്ടി കയറുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. അതിനിപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനിപ്പോൾ അടുത്ത വീക്കെൻഡ് ആകുമ്പോഴാണ് കേട്ടോ അയിത്തൻ്റെ പണിയാണ് അതെല്ലാം. അപ്പോൾ അയിത്തണ്ടാണ് അതെല്ലാം ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കണത്. അങ്ങനെ ചായക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ചായ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ടൻ ചായയാണ് കേട്ടോ വെച്ചേക്കണത്. ഇന്നിപ്പം വാങ്ങിച്ചത് പാലപ്പവും പിന്നെ വെള്ളയപ്പവും അതുപോലെ കുറുമക്കറിയാണ് കേട്ടോ, വെജിറ്റബിൾ കുറുമയാണ് വാങ്ങിച്ചത്. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചു, എന്തോ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു അപ്പം പോലെ, അപ്പം എന്ന് പറയാൻ പറ്റില്ല, മധുരമാണ് അതിന്. പിന്നെ ഭയങ്കര ഓയിലാണ്, നെയ്യും ഓയിലും അങ്ങനെ എന്തോ ആണ്. ഞാൻ ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ നെയ്യുള്ളതോ, എനിക്ക് ഈ നെയ്യുടെ ടേസ്റ്റ് പറ്റില്ല, അതുകൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷേ ഇതെണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെണ്ണൊക്കെ 2-3 ഒരുമിച്ച് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ ഇത് വീട്ടിലേക്ക് ഇതുവരെയായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യണത്. കുഴപ്പമില്ല, ഈ എണ്ണയുടെയും നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഒക്കെ പറ്റുന്നവർക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്കത് പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കത് എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ കാര്യമായിട്ട് വലിയ ഇതിൽ പിടിച്ചിട്ടില്ല. അമ്മയ്ക്കും ഈ സെയിം ചായക്കടി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്ത് വിട്ടത്. വെള്ളയപ്പം കുറുമക്കറിയും തന്നെയാണ് കേട്ടോ, വെജിറ്റബിൾ കുറുമയും തന്നെ വാങ്ങിച്ചു കൊടുത്ത് വിട്ടത്. ഇനിയിപ്പോൾ അമ്മ ഉച്ചക്കത്തേന് അവിടുന്ന് ചോറ് വാങ്ങിക്കും. അവിടെ ക്വാർട്ടേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്നോ ഒക്കെ ആയിട്ട് അമ്മ ചോറ് വാങ്ങിച്ച് കഴിക്കും. കറി അമ്മ കൊണ്ടുപോയിട്ടുണ്ട്, ചോറ് പിന്നെ ആവാത്തത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വർത്താനം പറയും. പിന്നെ അയിത്താണ്
പഴയ സിനിമ വയ്ക്കണം, അത് നിർബന്ധമാണ്. അത് ശീലിച്ചു പോയതാണ്. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് കഴിക്കുക. അതും കൂടുതലും പഴയ സിനിമകൾ കണ്ടിട്ടാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ ചായ കുടിക്കുമ്പോഴും ചോറുണ്ണുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പണികളൊന്നും താഴെ ഇല്ല കേട്ടോ. എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞതല്ലേ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ചായ കുടിച്ച പാത്രം മാത്രം ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ അയത്തണ്ണം പോകും. അയത്തണ്ണം ഇപ്പം ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും പോകും. ഇനിയിപ്പം പ്രത്യേകിച്ച് എനിക്ക് വേറെ പണികളൊന്നുമില്ല, ഇനി മേലേക്ക് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അയത്തണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ താഴെ ഇരിക്കില്ല കേട്ടോ. ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ അങ്ങനെ താഴെ ഇരിക്കില്ല. പിന്നെ താഴെ എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ താഴെ ഇരിക്കുകയുള്ളൂ. മീൻസ് ഇങ്ങനെ പണിയെടുത്ത് നടക്കും താഴെ. അല്ലാന്നുണ്ടെങ്കിൽ മേലെ ഞാൻ പോവും, മേലെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ മേലെ എന്തെങ്കിലും റൂമിൽ എന്തെങ്കിലും അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. അതൊക്കെ തന്നെ. അപ്പോഴത്തേനും നമ്മുടെ ചോറ് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മൾ ചോറാക്കിയില്ലായിരുന്നല്ലോ, റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് പോവുകയല്ലായിരുന്നോ ചെയ്തത്. അപ്പോൾ ആയിട്ടുണ്ട്, വേവൊക്കെ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നേരെ എടുത്ത് വാർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ചോറും കൂടെ വാർത്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. ഇനി വേസ്റ്റ് കളയാനുണ്ട്. സാധാരണ അത് നമ്മൾ രാവിലെയാണ് കളയാറ്. അപ്പോൾ ഇന്നിപ്പം വേഗം നമ്മൾ പോയില്ല, അമ്പലത്തേക്കൊക്കെ പോകാൻ നിന്നുകൊണ്ട് അത് വേസ്റ്റ് കളയാനുള്ള ടൈം ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ അതും കൂടെ കളയണം. വേസ്റ്റ് കൂടെ കളഞ്ഞിട്ട് ആ വേസ്റ്റ് പാത്രം കൂടെയൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ എൻ്റെ പണികൾ, അടുക്കളത്തെ പണികളൊക്കെ ഏകദേശം ഇവിടുത്തെ കഴിയും. അപ്പോൾ ഇനിയിപ്പം പാത്രം കഴുകാനുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനുണ്ട്. വേറെ പാത്രമൊന്നുമില്ല. അപ്പോൾ രാവിലെ അമ്മ വറവിട്ട ഒരു ചട്ടിയുണ്ട് കേട്ടോ, അത് മാത്രം ഒരു എക്സ്ട്രാ പാത്രം എന്ന് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതും കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അയിത്തേട്ടൻ ആ സമയം കൊണ്ട് ഞാൻ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കണ നേരം കൊണ്ട് അയിത്തേട്ടൻ നായേനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നായക്കൂട് കഴുകാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി അത് കഴുകിയിട്ട്, അവൻ്റെ കൂട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. ഒന്നാമത് നമ്മളെ ഉമ്മറും കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മൾ കഴുകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ആൾ അടുത്തേക്ക് വന്നിട്ട് ഉള്ളിക്ക് കയറി വന്നിട്ടുണ്ട്. പിന്നെ ഓരോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ, വീട്ടിലത്തെ കാര്യങ്ങളും ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ദിവസം അയിത്തേട്ടൻ റൂട്ട് എറണാകുളത്തേക്കാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അയത്തേൻ്റെ കൂടെ റൂട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കൊണ്ടുപോകും, മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ എന്നെ കൂട്ടാറുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചടപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നെ കൊണ്ടുപോകാൻ പറയണത്. അപ്പം അങ്ങനെ ഒരുപാട് ദിവസമൊക്കെ കൂടുമ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, പറ്റുന്ന ദിവസങ്ങളിൽ. ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വേറൊരാളും കൂടി വേണം, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വേറെ ആരെങ്കിലും കൂടെ കൂട്ടും. പിന്നെ ലോങ്ങും കൂടിയല്ലേ, അപ്പം ഒറ്റിരിപ്പിന് ഇങ്ങനെ ഓടിച്ച് പോകാനായിട്ടാണ് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒന്നാമത് അസുഖമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തലവേദന ഇപ്പോഴും ഉണ്ട് ആൾക്ക് നല്ല പോലെ. അപ്പം വേറെ ആരെങ്കിലും വണ്ടി ഓട്ടാൻ കിട്ടുന്ന ആരെങ്കിലും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പം അതുകൊണ്ട് എന്നോട് പറയുക ഈ ആഴ്ച ഇനി വരാൻ പറ്റൂല എന്ന്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഗുരുവായൂർ പോകണം. അതിനിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി പോകേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ അത് എന്തോ റിട്ടേൺ വന്നിട്ടുണ്ട്. അതെന്ത് കാരണത്താലാണ് ഇനി അറിയില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്തായാലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വരെ പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഗുരുവായൂർക്ക് പോകേണ്ടി വരും. അപ്പം അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. ആയിട്ടാണ് അപ്പോഴത്തേനും ഇനി മേലേക്ക് പോയിട്ടുണ്ട്, ഡ്രസ്സ് മാറി വരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ അവിടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ രാവിലെ കുക്ക് ചെയ്തിട്ടിട്ട് പോയതല്ലേ. അപ്പം പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നും വേഗം ചെയ്തില്ല. വേഗം നമ്മൾ പോകാനുള്ള തിരക്കിൽ അങ്ങോട്ട് പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വയ്ക്കണുണ്ട് കേട്ടോ. ഇന്നിനിപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഈ കറി മാത്രം മതി. ഞാൻ മാത്രമല്ലേ ചോറുണ്ണാനുള്ളൂ ഉച്ചക്കത്തേന്. അയിത്തേട്ടൻ വരില്ല. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയാണ് അമ്മ വച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അയിത്തേട്ടൻ വരാറാകുമ്പോഴത്തേന് ഞാൻ വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാറാണ് പതിവ്. ഇന്നിനിപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല. കാരണം ഇന്നിപ്പോൾ അയിത്തേട്ടൻ എന്തായാലും ചോറുണ്ണാൻ വരില്ല. ലോങ് ഇങ്ങനെ പോണത് കൊണ്ട് തന്നെ ആളിങ്ങനെ ഉച്ചത്തേന് കഴിക്കാൻ വരില്ല. ഇവിടെ എവിടെയെങ്കിലും അടുത്ത് പോവുക അല്ലെങ്കിൽ ഷോപ്പിലാണെന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ കേട്ടോ ഉച്ചക്കത്തേന് ചോറുണ്ണാൻ വരുള്ളൂ.
അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് അല്ലെങ്കിൽ തന്നെ പനി മാറിയതിൻ്റെ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. എനിക്കപ്പോൾ ഈ കറി തന്നെ ധാരാളം. ഞാനല്ലെങ്കിൽ എന്തെങ്കിലും മോരോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. ഇന്നലെയും മോര് കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ ചോറുണ്ടത്. കാരണം മോര് കഴിക്കുമ്പോൾ ആ ഒരു പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഒരു ടേസ്റ്റ് ചെറുതായിട്ട് അറിയുന്നുണ്ട്. വേറെ ഒരു സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ശരിക്കും ഫുഡ് കഴിക്കാൻ തീരെ പറ്റണില്ല. വായുടെ ആ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. സ്മെല്ല് പോലും ശരിക്കും എനിക്ക് എന്താ പറയുക കിട്ടി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ദേ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഞാൻ അയത്തണ്ടങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോറ് പൂട്ടി നേരെ മേലേട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ ബൈ.